ഹലോ എവ്രി വൺ, സെൻട്രൽ ഗവൺമെൻറ് ജോബ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് കീഴിൽ തന്നെ ഒരു പ്രൊഫസർ ആവുക അല്ലെങ്കിൽ ഒരു ടീച്ചർ ആവുക എന്നുള്ള ആഗ്രഹമുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു ചാൻസുമായിട്ട് പറയാൻ വേണ്ടിയാണ്. അതായത് പുതിയൊരു ജോബ് റിക്രൂട്ട്മെൻറ്റിൻ്റെ ഫയൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് കുറച്ചൊരു കാര്യങ്ങൾ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത്. എന്തായാലും കാര്യം എന്താണെന്ന് നോക്കാം. കേന്ദ്രീയ വിദ്യാലയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. KV സ്കൂളുകൾ അല്ലേ, KVയുടെ കേന്ദ്രീയ വിദ്യാലയം, സെൻട്രൽ ഗവൺമെൻറ് കീഴിൽ വരുന്ന കേന്ദ്രീയ വിദ്യാലയം KV സ്കൂളുകളിലേക്ക് നിങ്ങൾക്ക് എന്തുണ്ട്, വാക്കൻസി ലിസ്റ്റ് ക്ഷണിച്ചിട്ടുണ്ട് ഇപ്പോഴായിട്ട്. ഓക്കെ, അപ്പോൾ അതായത് നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം, നിങ്ങളിപ്പോൾ ഒരു പഠിച്ച് BScയും MScയും ഒക്കെ കഴിഞ്ഞ് ഒരു B.Ed ഒക്കെ എടുത്തിരിക്കുന്നവർക്കാണെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചാണ് ഇതിൽ കൂടെ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യം എന്താണെന്ന് മുഴുവനെ കണ്ട് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ KVS എന്ന് പറഞ്ഞാൽ കേന്ദ്രീയ വിദ്യാലയ സംഘടന എന്ന് പറയുന്ന ആ ഒരു ഇതിൻ്റെ കീഴിൽ വരുന്ന സംഭവമാണ് പറയുന്നത് കേട്ടോ. KV സ്കൂളുകളിൽ കിട്ടുന്ന സാധനത്തിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. കേന്ദ്രീയ വിദ്യാലയ സംഘാതൻ എന്ന് പറയുന്ന ഇതിലേക്കാണ് പറയുന്നത്. ഇനി അടുത്ത് നമ്മുടെ റോൾസ് എന്താണെന്ന് നിങ്ങൾ അറിയണമല്ലോ. എന്താണ് റോൾസ്? സ്കൂളാണല്ലോ. സ്കൂളാണെങ്കിൽ എന്ത് തന്നെയാണ് മെയിനായിട്ട് ഉള്ള പർപ്പസ്, ടീച്ചിങ്ങിന് വേണ്ടിയുള്ള വാക്കൻസിയാണ് ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്, അനൗൺസ് ചെയ്തിരിക്കുന്നത്. ടീച്ചിങ് പോസ്റ്റുകളിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ടീച്ചിങ് പോസ്റ്റിൽ അവർ വിളിക്കാൻ പോകുന്നത് എന്താണ് മെയിനായിട്ടും, പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ, അതായത് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്ക് ഹയർ സെക്കൻഡറി ലെവലിൽ പഠിപ്പിക്കാൻ വേണ്ടിയായിട്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചറിനെ കുറിച്ച് വേക്കൻസി വിളിച്ചിട്ടുണ്ട്. PGT എന്ന് പറഞ്ഞ വാക്കൻസി, പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ, അതായത് PG കഴിഞ്ഞവർക്ക് വേണ്ടിയുള്ളത്. ആ ഒരു രീതിയിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഹയർ സെക്കൻഡറി സ്കൂളുകളിലേക്ക്, അതായത് KVയുടെ ഹയർ സെക്കൻഡറി ലെവലിലേക്ക് പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഇനി അടുത്തൊന്നുണ്ട്, ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് ഉണ്ട്. ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് ഉണ്ട്. അതെന്താണ്, സബ്ജക്റ്റ് ഓർഡർ സെക്കൻഡറി ലെവലാണ്. ഒരു 10ാം ക്ലാസ് സ്റ്റാൻഡേർഡ് വരെയുള്ള സെക്കൻഡറി ലെവലിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ്. അവർക്ക് എന്താ മതി, ഗ്രാജുവേഷൻ മാത്രം മതി. ചിലപ്പോൾ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, പിന്നെ ഈ ഒരു ക്വാളിഫിക്കേഷനൊക്കെ പറയുന്നവർ ശ്രദ്ധിക്കുക, ചിലതിലൊക്കെ B.Edൻ്റെ ആവശ്യമുണ്ട്, ചിലതിലൊക്കെ CTET എന്ന് പറയുന്ന CATET എന്ന് പറയുന്ന സംഭവത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇതിൽ കൂടെ വരുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ശ്രദ്ധിച്ച് വേണം അറ്റൻഡ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ചിലതൊക്കെ ഗ്രാജുവേറ്റ് പോസ്റ്റ് ആണ്, ചിലത് പോസ്റ്റ് ഗ്രാജുവേറ്റ് പോസ്റ്റ് ആണ്. ചിലർക്ക് B.Ed ഉള്ളവർക്ക് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ CATET എന്ന് പറയുന്ന സംഭവമൊക്കെ ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. ഇനി അടുത്ത് പ്രൈമറി ടീച്ചർ ആവാൻ എന്താ വേണ്ടത്, നിങ്ങൾക്ക് അപ് ടു ഗ്രേഡ് 5 5ാം ക്ലാസ് വരെയൊക്കെ പഠിപ്പിക്കാനുള്ള പിള്ളേരെ പഠിപ്പിക്കാനായിട്ടുള്ള ജോലിയാണ് പ്രൈമറി ടീച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പോസ്റ്റുകളിലേക്കാണ് കേന്ദ്രീയ വിദ്യാലയം നോട്ടിഫിക്കേഷൻ ക്ഷണിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു ടീച്ചിങ് റോൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കുള്ള ഒരു ചാൻസ് തന്നെയാണ് കേട്ടോ. ഈ 3 പോസ്റ്റിലേക്കും നിങ്ങൾക്ക് സെലക്ട് ആകാൻ പറ്റും. ഇനി അടുത്ത് നോൺ ടീച്ചിങ് പോസ്റ്റുകൾ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, ടീച്ച് ചെയ്യേണ്ട, പക്ഷെ അവിടുത്തെ എന്താണ് മാനേജ്മെന്റൽ കാര്യങ്ങളും അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ നിൽക്കുന്ന കാര്യങ്ങളും എന്ത് ചെയ്യുക, ആളുകളുടെ മുന്നിലെത്തിക്കുക എന്നുള്ളൊരു കാര്യത്തിലേക്ക് വേണ്ടി നിൽക്കുന്ന ഒരു അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ ഉള്ള ആൾക്കാരാണ് പ്രിൻസിപ്പള്, വൈസ് പ്രിൻസിപ്പള്, അതുപോലെ തന്നെ ലൈബ്രറിയൻസ്, അത് കഴിഞ്ഞിട്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, സ്റ്റെനോഗ്രാഫർ. ഇത്രയും പോസ്റ്റും കൂടെ ഇപ്പം എന്താണ് നമ്മുടെ കേന്ദ്രീയ വിദ്യാലയത്തിന് കീഴിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ നമുക്കറിയാലോ, സെൻട്രൽ ബേസ്ഡ് ആയിട്ടുള്ള കുറേ സ്കൂളുകൾക്ക് അതിൻ്റെതായ പരിഗണനയുണ്ട്. അപ്പോൾ അവിടെ എന്താണ്, ലൈബ്രറിയനുണ്ട്, പിന്നെ എന്താണ് ഈ സ്റ്റെനോഗ്രാഫർ, എന്തെങ്കിലും ഫയൽ വർക്ക്സും ഓഫീസ് വർക്ക്സും ഒക്കെ ടൈപ്പ് ചെയ്യാൻ വേണ്ടി തരുന്ന ഒരു സ്റ്റെനോഗ്രാഫറെ ഫിക്സ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പറയത്തില്ല, ഈ ഒരു ക്ലറിക്കൽ പോസ്റ്റിലുള്ള കുറേ ജോബ്സ് ഉണ്ടല്ലോ, അതെല്ലാം ഏതിലാണ് വരുന്നത്, നോൺ ടീച്ചിങ് പോസ്റ്റുകളിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇത്രയും വേക്കൻസീസ് അവർ നോർമലി ക്ഷണിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും വേക്കൻസീസ് ആരുടെ കീഴിൽ തന്നെ ഉണ്ട്, കേന്ദ്രീയ വിദ്യാലയം സ്കൂളിൻ്റെ കീഴിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ലെവൽ ഓഫ് എക്സാമിനേഷൻ നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ സെൻട്രൽ ലെവലിൻ്റെ എക്സാമിനേഷൻ ആണ് കേട്ടോ. സെൻട്രൽ ലെവൽ ഓഫ് എക്സാമിനേഷൻ ആണ്, അതായത് അത്യാവശ്യം നല്ല സാലറി പാക്കേജ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ടഫായിട്ടുള്ള എക്സാമിനേഷൻ, കുറച്ച് ഡിഫിക്കൽട്ടി ഉള്ള എക്സാമിനേഷനുമാണ്. പക്ഷെ നിങ്ങൾക്ക് പഠിച്ചാൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള, അതായത് അത്രയും നല്ലൊരു സുഖ ജോലിയാണ് അല്ലേ. ടീച്ചിങ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും എന്താണ്, നമ്മളൊരു കംഫർട്ട് സ്റ്റേഷൻ പോലെയാണ്. അത് എപ്പോഴും നമുക്ക് ഓക്കെ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ജോബാണ്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഇതും സെൻട്രൽ ഗവൺമെൻറ് കീഴിലായതുകൊണ്ട് നമുക്ക് സാലറി പാക്കേജ് നല്ല ഹൈക്കോടെയാണ് കിട്ടുന്നത്. നമുക്ക് നോർമലി കിട്ടുന്ന പോലെ അല്ലല്ലോ, സ്റ്റേറ്റിൽ പോലെയല്ല, നല്ല പോലത്തെ സാലറി ഇൻക്രിമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറയുന്നത്. അത് മാത്രമല്ല കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ പ്ലസ് ഇൻ്റർവ്യൂ ആണ് കാണുന്നത്. നമ്മൾ നോർമലി കാണുന്നതൊക്കെ എന്താണ്, റിട്ടൺ എക്സാമിനേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഇതെന്താണ് നമുക്ക് വരുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ്. ഇത്രയും സിലബസ് അവർ പറഞ്ഞിട്ടുണ്ട്. ആ സിലബസിൻ്റെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ, അത് കഴിഞ്ഞ് അത് വിജയിക്കുമ്പോൾ നിങ്ങൾക്ക് ഇൻ്റർവ്യൂവും കിട്ടുമെന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. ഇൻ്റർവ്യൂ കൂടെ കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യത്തുള്ളൂ, ക്വാളിഫൈ ആക്കത്തുള്ളൂ. ഇനി അടുത്ത ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 3 മണിക്കൂർ എക്സാമിനേഷൻ ആണ് കേട്ടോ. 3 hour എക്സാമിനേഷൻ ആണ്. വേക്കൻസി വരുന്നത് ഇപ്പോൾ 13,404 എന്നുള്ള രീതിയിലാണ് പറയുന്നത് കേട്ടോ. 13,000 അടുപ്പിച്ച് വേക്കൻസി, ഇത് ഫിക്സഡ് അല്ല. ഇതെന്നാലും നിങ്ങൾ മനസ്സിലാക്കുക, അത്യാവശ്യം നല്ല വാക്കൻസീസ് അവർ കൂട്ടുക തന്നെ ചെയ്യും. ഒരു 10,000-ന് മുകളിൽ വേക്കൻസീസ് എന്തായാലും ഉറപ്പായിട്ടും അവർ വിളിക്കും.
ഓക്കെ, അപ്പോൾ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ടാർഗറ്റ് കണ്ടോ, ഈ ടീച്ചിങ് പോസ്റ്റിലേക്കാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. PRT പ്രൈമറി ടീച്ചർ, അത് കഴിഞ്ഞ് നമ്മുടെ ട്രെയിൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ, പ്രൈമറി ടീച്ചർ, അതുപോലെ ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് എന്ന് പറയുന്ന സംഭവമാണ് ഉള്ളത്. അത് അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ടൈം ലിമിറ്റും പറയുന്നത് കേട്ടോ. പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സിനാണെങ്കിൽ നമുക്ക് 30 ഇയേഴ്സ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സിനാണെങ്കിൽ 40 വയസ്സ് വരെ അറ്റൻഡ് ചെയ്യാം. പ്രൈമറി ടീച്ചറിനാണെങ്കിൽ 30 വയസ്സ് വരെ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഗ്രാജുവേറ്റ് ടീച്ചേഴ്സിനാണെങ്കിൽ 35 വയസ്സ് വരെ. ആ ഏജ് ലിമിറ്റ് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും വയസ്സുള്ളവർക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അതായത് നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരുപാട് പേര് ഇപ്പം വിമൻസ് ആയാലും അവരൊക്കെ എന്ത് ചെയ്യും, കുറേയൊക്കെ കഴിയുമ്പോൾ അവർക്ക് ഇപ്പം മാരേജ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ പഠിക്കാൻ വേറെ ഒന്നും പഠിക്കാൻ പറ്റാതെയൊക്കെ ഇരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അവർക്കുള്ള ചാൻസ് ആയിട്ടാണ് ഈ പറയുന്നത് കേട്ടോ. എന്തായാലും എല്ലായിടും ഒരു KV സ്കൂൾ ഉണ്ടായിരിക്കും എല്ലാ സ്ഥലത്തും. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, BEd ഒക്കെ കഴിഞ്ഞിട്ട് ഒന്ന് റിലാക്സ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടീച്ചിങ് ഫീൽഡിൽ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉള്ളവരാണ്, ഗ്രാജുവേഷൻ കഴിഞ്ഞവരാണ്, പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞവരാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ചാൻസ് ആണ് ഇതിലൂടെ കിട്ടുന്നത്. അത് മനസ്സിലാക്കി എന്ത് ചെയ്യുക, നിങ്ങൾ ഏത് പൊസിഷനിലാണ് നിങ്ങൾ ഉൾപ്പെടുന്നത് എന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ 35 വയസ്സ് വരെയൊക്കെ അത്യാവശ്യം ഗ്രാജുവേഷൻ ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇനി എക്സാം ഷിഫ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ 10 മണി തൊട്ട് 12:30 വരെയും, ഷിഫ്റ്റ് 2 2:30 തൊട്ട് 5 മണി വരെ എന്നുള്ളൊരു ടൈമിംഗ് ആണ് വരുന്നത് കേട്ടോ. ഷിഫ്റ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. മോഡ് ഓഫ് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഓൺലൈനായിട്ടാണ് എക്സാം അപ്ലൈ ചെയ്യേണ്ടത്. നമ്മൾ ബാക്കി SSC RRB ഒക്കെ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെ എക്സാമിനേഷൻ വരുന്നത് ഓൺലൈൻ മോഡിലാണ്. നമ്മൾ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ് വരുന്നത്. ഇത് കണ്ടോ. പിന്നെ ഇനി നമ്മുടെ ആപ്ലിക്കേഷൻ ഫീ അറിയുമ്പം ഇന്ത്യൻ റുപ്പീസ് എത്രയാണ്, 1000 to 1500 ആണ് ജനറൽ OBC-കാർക്ക്. ഏകദേശം ഈ ഒരു റേഞ്ച് ആയിരിക്കും വരുന്നത് കേട്ടോ. 1000 എബോവ് ആണ് എന്തായാലും ഫീസ് വരുന്നത്. അപ്പോൾ ആ ഫീസിൻ്റെ കാര്യം ഇച്ചിരി എന്താണ് കൂടുതലാണ്. പക്ഷെ എന്നാലും എന്താണ്, അത്യാവശ്യം നല്ലൊരു ജോബ് ആയതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, അത്ര ഇത് വച്ചിരിക്കുന്നത് കേട്ടോ. വളരെ ലിമിറ്റഡ് ആൾക്കാർ മാത്രമേ ഇങ്ങനത്തെ എക്സാംസിനൊക്കെ എന്ത് ചെയ്യത്തുള്ളൂ, കൊടുക്കത്തുള്ളൂ. അതുകൊണ്ടാണ് അത്രയും റേറ്റ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. 1000 to 1500 ആണ്. ഇനി അടുത്ത് SC ST PWD കാറ്റഗറിക്കൊന്നും ഡിസബിലിറ്റി കാറ്റഗറിക്കൊന്നും എന്തില്ല, ഫീസ് കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ ആ കാര്യമൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കി കൊണ്ടുപോകാമെന്നുള്ളതാണ്. ഇനി അടുത്ത് KVSന്റെ പോസ്റ്റിൻ്റെ കാര്യമാണ്. പ്രിൻസിപ്പളിന് എത്ര ഏജ് വരെ, കാരണം ഇനി പ്രിൻസിപ്പളിൻ്റെ വേക്കൻസിക്കാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ എത്ര വയസ്സ് വരെയാണ്, മാക്സിമം ഏജ് 50 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിന് അതിൻ്റേതായ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. അത് അത്യാവശ്യം നമുക്ക് എന്താണ് റിട്ടേൺ എഴുതി കിട്ടുന്നതല്ല, അവിടെ നിന്ന് ഒരു അപ്ഗ്രഡേഷൻ പോലെയാണ് കേട്ടോ. പ്രിൻസിപ്പളൊക്കെ മിനിമം ഏജ് 35 എന്ന് പറയുന്നു. എക്സാം ഉണ്ട്, എന്നാലും നമുക്ക് എന്താണ് അതിൻ്റെ എക്സ്പീരിയൻസും, കാരണം ഇൻ്റർവ്യൂ ബേസിൽ ആ ടൈമിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മളെ ചെക്ക് ചെയ്യാറുണ്ട്. നമ്മളെവിടുത്തെ മുമ്പത്തെ എക്സ്പീരിയൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. വൈസ് പ്രിൻസിപ്പൾ ആയാലും 35-45 വയസ്സ് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ എഴുതാൻ പറ്റും. അത് കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സിനാണെങ്കിൽ എത്രയായിരിക്കണം, ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 40 വയസ്സ് വരെ ആയിരിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സിന് 40 വയസ്സാണ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സിനാണെങ്കിൽ 35 വയസ്സ്. അത് കഴിഞ്ഞ് ലൈബ്രറിയനാണെങ്കിൽ എത്ര വയസ്സ് വരെ അപ്ലൈ ചെയ്യാം, 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം ലൈബ്രറിയനാണ്. അത്യാവശ്യം ഒരു എന്താണ് ഫാമിലിയൊക്കെ മുന്നേ ആയി കഴിഞ്ഞവർക്കൊക്കെ അത്യാവശ്യം നല്ല ചാൻസ് ആണ് കേട്ടോ. അതായത് 35 വയസ്സ് വരെയൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. ഇനി അടുത്ത് 30 വയസ്സ് വരെ ഉള്ളതും ചെയ്യാൻ പറ്റും. ഇത് ബോയ്സ് ഗേൾസ് അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നിങ്ങൾ അത്യാവശ്യം ടീച്ചിങ് ഫീൽഡിൽ എടുത്താണ് പഠിച്ചതെന്നുള്ള കാര്യമാണ് പറയുന്നത്. പിന്നെ മ്യൂസിക് ടീച്ചറിന് പ്രത്യേകം വാക്കൻസീസ് വിളിക്കാറുണ്ട് കേട്ടോ. മാക്സിമം ഏജ് 30 വയസ്സാണ്. അപ്പോൾ ഇത്രയും വാക്കൻസി ലിസ്റ്റുകൾ വരാറുണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഇനി അടുത്ത് എന്താണ്, സബ്ജക്ട്സുകൾ അറിയണം. ഇപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ അവർ പബ്ലിഷ് ചെയ്തിട്ടുള്ളൂ. കാരണം എത്രയും പെട്ടെന്ന് തന്നെ അവർ വാക്കൻസീസ് വിളിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് അത്യാവശ്യം BEd ഒക്കെ എടുത്ത് ടീച്ചിങ്ങൊക്കെ ഫീൽഡിൽ നിൽക്കുന്നതാണെങ്കിൽ അറിഞ്ഞിരിക്കുക. ഈ എക്സാമിനേഷൻ ഉടനെ തന്നെ ഏറ്റവും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് പഠിക്കാനായിട്ട് പ്രിപ്പയർ ആയിരിക്കുക. കാരണം സബ്ജക്റ്റുകൾ വരെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അതനുസരിച്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയിരുന്നാൽ മതി. കാരണം ഈ ഒരു എക്സാം എത്രയും പെട്ടെന്ന് വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ച് മുന്നേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇംഗ്ലീഷ് ഉണ്ട്, ജനറൽ ഹിന്ദി, കാരണം അത് പാർട്ട് 1 സബ്ജക്റ്റ് ആണ് കേട്ടോ. ഇംഗ്ലീഷിലും ഹിന്ദിയിലും അത്യാവശ്യം, കാരണം നമുക്കറിയാലോ KV എന്ന് പറഞ്ഞാൽ കേന്ദ്രീയ വിദ്യാലയം എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് കീഴിലുള്ളതാണ്. ഹിന്ദി അത്യാവശ്യം ബേസ് ആയിട്ടെങ്കിലും അറിഞ്ഞിരിക്കണം. അത്യാവശ്യം കണ്ടോ, 10 മാർക്കേ ഉള്ളൂ. 10 മാർക്കിനെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം എഴുതാൻ അറിയാം, അല്ലെങ്കിൽ വായിക്കാൻ അറിയാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാം എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ജനറൽ ഇംഗ്ലീഷും ജനറൽ ഹിന്ദിയും 10 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ഇൻറ്റു 1 എന്നുള്ള രീതിയിൽ 10 മാർക്ക് വെച്ചിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു പാർട്ട് 20 മാർക്കിനാണ്, ഇംഗ്ലീഷും നമ്മുടെ ഹിന്ദിയും കൂടെ. ഇനി അടുത്ത് വരുന്ന പാർട്ട് 2-ലാണ് നമ്മുടെ ജനറൽ അവയർനെസ്, കമ്പ്യൂട്ടർ അവയർനെസ്, കറണ്ട് അഫേഴ്സ്, GK എന്ന് വെച്ചാൽ GKയും കറണ്ട് അഫേഴ്സ് പാർട്ടും കമ്പ്യൂട്ടർ പാർട്ടും റീസണിങ് പാർട്ടും. അതൊക്കെ വളരെ കുറച്ച് മാർക്കാണ്. ഈ കാണുന്നുണ്ടോ നിങ്ങൾ, 10 മാർക്കിനാണ് ചോദിക്കുന്നത്. 5 മാർക്കിനാണ് റീസണിങ്. കമ്പ്യൂട്ടർ ലിറ്ററസിയും 5 മാർക്കിനാണ്.
അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. ഇനി തേർഡ് പാർട്ട് എത്തുമ്പോൾ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ ഈ ബി എഡിനൊക്കെ പഠിക്കുന്ന കുറേ പേപ്പേഴ്സ് ഉണ്ടല്ലോ, അതായത് നിങ്ങൾ കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ട് പഠിക്കുന്ന എഡ്യൂക്കേഷൻ ആൻഡ് ലീഡർഷിപ്പ് എന്നൊക്കെ പറയുന്ന പേപ്പേഴ്സ് ഉണ്ട്, നിങ്ങളുടെ ടീച്ചിങ് പേപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് എന്ത് ചെയ്യുക, പെർസ്പെക്റ്റീവിൽ നിന്ന്, ആ ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, ടീച്ചിങ് എഡ്യൂക്കേഷൻ എന്തൊക്കെയാണെന്നുള്ള രീതിയിൽ ടീച്ചിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് വരാം. അതാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ മുൻതൂക്കമായിട്ട് നോക്കേണ്ടത്. 60 മാർക്ക് ആ എഡ്യൂക്കേഷണൽ ഫീൽഡിൽ നിന്നാണ് വരുന്നത് കേട്ടോ. ആ ഒരു പെർസ്പെക്റ്റീവ്സ് ഓൺ എഡ്യൂക്കേഷൻ ആൻഡ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞ ഒരു പേപ്പറിൽ നിന്നാണ് വരുന്നത്. പിന്നെ വരുന്നത് സബ്ജക്ട് കൺസേൺഡ്. ഈ സബ്ജക്ട് കൺസേൺഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ പ്രൈമറി ടീച്ചറായിട്ട് കയറിയാലോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചറായിട്ട് കയറുമ്പോഴും നിങ്ങളുടെ കയ്യിൽ ഒരു സബ്ജക്റ്റ് ഉണ്ടായിരിക്കണമല്ലോ. നിങ്ങൾ എന്താണോ ക്വാളിഫൈ ആയ ഒരു സബ്ജക്റ്റ്, ഇപ്പോൾ കെമിസ്ട്രി ആണെങ്കിൽ കെമിസ്ട്രി, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ബയോളജി പഠിച്ചെങ്കിൽ ബയോളജി, ഹിന്ദി പഠിച്ചെങ്കിൽ ഹിന്ദി, മലയാളം പഠിച്ചെങ്കിൽ മലയാളം, ആ ഒരു രീതിയിൽ എന്താണോ നിങ്ങളുടെ സബ്ജക്റ്റ് അതനുസരിച്ച് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവൂ, ഫോക്കസ് ചെയ്ത് പഠിക്കാവൂ. നിങ്ങളുടെ സബ്ജക്റ്റ് കൺസേൺഡ് അവിടെ ചോദിക്കും. നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, 80 മാർക്കിന് നിങ്ങൾക്ക് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്തിനായിരിക്കും, സബ്ജക്ട് കൺസേൺഡ് പേപ്പർ ആയിരിക്കും. അപ്പോൾ ഇത്രയും സെക്ഷൻ ആയിട്ടാണ് അവർ തിരിച്ചിരിക്കുന്നത്. ആദ്യത്തെ സെക്ഷനൊക്കെ നമുക്ക് ക്വാളിഫൈ എളുപ്പമാണ്. ഈ ഒരു പേപ്പർ കോമൺ പേപ്പറാണ്, നമ്മുടെ എഡ്യൂക്കേഷണൽ പേപ്പറാണ്. അതെന്ത് ചെയ്യുക, നിങ്ങളിപ്പോൾ TTE പഠിക്കുന്നവർക്കൊക്കെ അറിയായിരിക്കും, TTC പഠിക്കുന്നവർക്കൊക്കെ അറിയായിരിക്കും. അവന് പ്രത്യേക ഒരു പേപ്പറുണ്ട്, ടീച്ചിങ് ട്രെയിനിങ്ങിന് വേണ്ടി പ്രത്യേക ഒരു പേപ്പറുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള സബ്ജക്ട് കൺസേൺഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ എന്താ മാത്സ് ആണെങ്കിൽ മാത്സിൻ്റെ സബ്ജക്റ്റിൻ്റെ ഒരു പേപ്പർ ആയിരിക്കും ഏത് വരുന്നത്, പാർട്ട് 4 വരുന്നത്. അപ്പം അത് ഏതാണെന്ന് മനസ്സിലാക്കി ചെയ്യുക. ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻസ് ഇടാം, 180 ക്വസ്റ്റ്യൻസ്, 180 മാർക്ക്, 180 മിനിറ്റ്. ഓക്കെ, 180 ക്വസ്റ്റ്യൻ, 180 മാർക്ക്, 180 മിനിറ്റ്. ആ ഒരു പോയിന്റും കൂടെ അറിഞ്ഞിരിക്കുക. ഓക്കെ, ആ ഒരു പോയിന്റും കൂടെ അറിഞ്ഞിരിക്കുക. ഇനി അടുത്ത് നമ്മുടെ ടോട്ടൽ മാർക്സ് ഇപ്പോഴും പറയാണ്. നമുക്ക് ഉള്ള ടൈം എന്ന് പറഞ്ഞാൽ, ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ എത്രയാണ്, 3 hours ആണ്. എത്രയാണ് 180 മിനിറ്റ്സ് എന്ന് പറയുന്നത് 3 മണിക്കൂർ. എത്ര ക്വസ്റ്റ്യൻസ്, 180 മാർക്ക്, 180 ക്വസ്റ്റ്യൻസ്, 180 മാർക്ക്, 180 ക്വസ്റ്റ്യൻ, 180 മിനിറ്റ്, അതായത് 3 മണിക്കൂർ. മീഡിയം ഓഫ് എക്സാമിനേഷൻ എന്താണ്, ഇംഗ്ലീഷിലും ഉണ്ട് ഹിന്ദിയിലും ഉണ്ട്. ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഉണ്ട്. നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻ്റ് ആയിട്ടുള്ളത് അതാണ്, ബൈലിംഗ്വൽ ആയിട്ടായിരിക്കും തരുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് ഓർ ഹിന്ദി എന്നുള്ള ഏതാണോ ചൂസിങ് ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നോക്കി ചെയ്യാവുന്നതാണ്. ഇനി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്താണ്, ഒബ്ജക്റ്റീവ് ടൈപ്പാണ്. നമുക്ക് എന്താണ് MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്, നിങ്ങൾക്ക് ഓപ്ഷനിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. മാർക്കിംഗ് സിസ്റ്റം എന്താണ്, 1 മാർക്കാണ്, ഓരോ ക്വസ്റ്റ്യനും 1 മാർക്കാണ്. നെഗറ്റീവ് ഒന്നും വരുന്നില്ല എന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് എന്താണ്, സേഫ് സ്കോർ 135 ആണ്. അതായത് നമുക്കിപ്പോൾ എത്രയാണ്, 180-ന് ഒരു 120+ മേടിച്ചാലും നമ്മൾ എന്ത് ചെയ്യും, ജയിക്കും എന്നുള്ളൊരു കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ആദ്യത്തെ പേപ്പറൊക്കെ നമുക്ക് കിട്ടും. നമ്മൾ 3rd-ഉം 4th-ഉം പേപ്പർ മാത്രം കുറച്ചും കൂടെ ഒന്ന് ഊന്നൽ കൊടുത്ത് ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ സെറ്റാണ്, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടുമെന്ന് തന്നെ മനസ്സിലാക്കിക്കൊള്ളുക. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലാക്കി നിങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇതിൽ ഡൗട്ട്സ് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇത് എപ്പോഴാണ് ഇനി പബ്ലിഷ് ചെയ്യുക, കാരണം ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മൾ എന്തായാലും അറിയിക്കും. എന്നാലും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, എന്തെങ്കിലും വെബ്സൈറ്റിൽ എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ ഇനി എന്ന് വരുമോ എന്നുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റ് എപ്പോഴും ശ്രദ്ധിച്ചു വയ്ക്കുക. KV സംഘാതൻ എന്ന് പറയുന്ന ആ ഒരു സൈറ്റ് കേട്ടോ, കേന്ദ്രീയ വിദ്യാലയ സംഘാതൻ എന്ന് പറയുന്ന ആ ഒരു വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഓക്കെ, അവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ റിക്രൂട്ട്മെൻറ്റ്സ് ഒക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് 1500 രൂപയാണ്. നമ്മൾ നേരത്തെയും പറഞ്ഞു അല്ലേ, 1000 to 1500 ആണ് ജനറൽ ആൻഡ് OBC. ഫീസ് ഒന്നുമില്ല. ബാക്കി അതേഴ്സിനൊന്നും ഒരു ഫീസും ഇല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി പഠിച്ചു തുടങ്ങേണ്ടവരാണ്, അതായത് ടീച്ചിങ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ്, അല്ലെങ്കിൽ ടീച്ചിങ് നിങ്ങൾ BEd ഒക്കെ എടുത്തിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊരു ചാൻസ് ആവട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് നേരത്തെ ഒരു അവയർനെസ് തരാനായിട്ടാണ് വന്നിട്ടുള്ളത്. എന്തായാലും നോട്ടിഫിക്കേഷൻ ഈ മാസത്തിനകം വെച്ച് തന്നെ വരും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. സിലബസ് ഒക്കെ കവർ ചെയ്ത് അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം പറയാനാണ് വന്നിട്ടുള്ളത്. എല്ലാവരും നന്നായിട്ട് പഠിച്ച് നല്ലൊരു നിലയിലെത്തട്ടെ. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.